ഞാൻ സെലിൽ മരിയ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഇപ്പോൾ സൗദി അറേബ്യയിലാണുള്ളത്. ഞാൻ ആദ്യം കൃപാസനത്തെ പറ്റി അറിഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ആദ്യം ട്രോളിലൂടെയൊക്കെ തന്നെ അറിഞ്ഞത്. പിന്നെ ഇങ്ങനെ യൂട്യൂബിൽ അച്ഛൻ്റെ ടോക്കും സാക്ഷ്യങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ കാണാൻ തുടങ്ങി. അങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ എന്തോ മനസ്സിൽ ഉടമ്പടി എടുക്കണം. ആ സമയത്ത് ഞാൻ സൗദിയിൽ, എൻ്റെ ഹസ്ബൻഡ് സൗദിയിലാണ്. അപ്പോൾ അവിടേക്ക് പോകാനും അവിടുത്തെ എക്സാമിന് ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ പ്രത്യക്ഷീകരണ പ്രയർ പേപ്പറിൽ എഴുതി. അങ്ങനെ രാവിലെ 5:30 നേരത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രയർ ചെല്ലുമായിരുന്നു. അങ്ങനെ മാർച്ച് 13, 2024 ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ മാതാവിൻ്റെ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് മാതാവിനെ കയ്യിലെടുക്കാൻ, അമ്മ മാതാവേ എനിക്ക് പരീക്ഷ പാസ്സാകുവാനും അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സൗദി അറേബ്യയിൽ പോകാനും അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അത് കാണിക്കാനായിട്ട് എൻ്റെ അമ്മേൻ്റെ കൂടെ എനിക്ക് അമ്മേനെ പിടിക്കാനുള്ള ഭാഗ്യം ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഉടമ്പടി പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് എനിക്ക് അമ്മ മാതാവിനെ കയ്യിലെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അങ്ങനെ മാർച്ച് 13 ഉടമ്പടി എടുത്തതിന് ശേഷം ജോസഫ് അച്ഛനെ സ്വപ്നം കാണുകയും അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്യണതാണ് ഞാൻ കണ്ടത്. അങ്ങനെ മെയ് 13 ഞാൻ കൃപാസനത്തിൽ വീണ്ടും വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഞാൻ PG കഴിഞ്ഞിട്ട് കുറച്ച് ഇയർ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അപ്പോൾ അച്ഛൻ മുഖത്ത് ഇങ്ങനെ കൈ കൊണ്ട് തട്ടിയിട്ട് ചിരിച്ചു. അപ്പം അങ്ങനെ മെയ് 27 എനിക്ക് വിസ അടിച്ചു. അങ്ങനെ ഞാൻ സൗദി അറേബ്യയിൽ വിസിറ്റിംഗ് വിസയ്ക്കാണ് ഞാൻ പോയത്. അങ്ങനെ ഒരു ഇയറിൻ്റെ വിസിറ്റ് വിസയ്ക്കാണ് പോയത്. അപ്പോൾ അവിടെ പോയി ആഗസ്റ്റ് 10 ഞാൻ ഡേറ്റ് എടുത്ത എക്സാമിൻ്റെ പ്രോമെട്രിക്ക് സൗദി അറേബ്യ. അത് കഴിഞ്ഞ് ആദ്യത്തെ എക്സാമിന് ഞാൻ പോയപ്പം ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായ വിശുദ്ധ തൈലും ഉപ്പ് ഉപയോഗിച്ചിട്ടാണ് എക്സാം ഹാളിൽ കയറിയത്. അങ്ങനെ എക്സാം ഹാളിൽ കയറുമ്പോൾ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഉപ്പിട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് കയറി. ആ സമയത്ത് കാശുരൂപം ഡ്രസ്സിൻ്റെ ഉള്ളിൽ പിൻ ചെയ്തിട്ടാണ് കയറിയത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു സാക്ഷ്യങ്ങൾ കാണാം, സിൽവർ ഗ്രേയിൽ കളർ ഡ്രസ്സിൽ എക്സാമിനർ വന്നു എന്നൊക്കെ. പക്ഷെ ഞാൻ മനസ്സിൽ വെച്ചു അവിടെ ഞാൻ പോയിട്ട് കറുത്ത പർദ്ദയും വെള്ളപ്പർദ്ദയും അല്ലാണ്ട് വേറെ ഡ്രസ്സുകളും ഞാൻ അവിടെ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി. സെക്കൻഡ് ഹാഫ് ആദ്യത്തെ 70 മാർക്കിൻ്റെ കഴിഞ്ഞ് ഒരു ബ്രേക്ക് ഉണ്ട്. ആ ബ്രേക്ക് കഴിഞ്ഞ് പിന്നത്തെ ബ്രേക്കിന് വേറെ എക്സാമിനറാണ് ഉണ്ടായിരുന്നത്. അതുവരെ ബ്ലാക്കും വൈറ്റും പർദ്ദയുള്ള ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിന് എത്തിയപ്പോൾ നീല പർദ്ദയും സിൽവർ ഗ്രേയിൽ ഷാളുള്ള ഒരു മാഡാണ് അവിടെ വന്നത്. അത് ഞാൻ അമ്മ മാതാവാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. എക്സാമൊക്കെ നല്ല ടഫായിരുന്നു. ഞാൻ കരഞ്ഞ് അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ മാതാവേ നീ എൻ്റെ കൂടെ ഉണ്ടായിക്കോളോട്ടെ, എക്സാം എനിക്ക് ടഫാണെന്ന്. അങ്ങനെ ആ എക്സാം കഴിഞ്ഞു. എക്സാം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം റിസൾട്ട് വന്നു. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ 4 മാർക്കിന് ഞാൻ ഫെയിലായി. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം അച്ഛൻ പറയാറുണ്ടല്ലോ ആദ്യത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന ടൈമിൽ നടന്നില്ലെങ്കിൽ പിന്നത്തെ പ്രാവശ്യം നടക്കുന്നത് ഈശോൻ്റെ അമ്മയുടെയും ഇഷ്ടപ്രകാരമുള്ള നിയോഗമാണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത പ്രാവശ്യം മാതാവ് എനിക്ക് തരും. ഞാൻ കുറച്ച് വിശ്വസിച്ചു. ഞാൻ പ്രാർത്ഥനയിൽ മുടക്കൊന്നും വരുത്തിയില്ല. എന്നും ഞാൻ ഫുള്ള് 4 ജപമാല ചൊല്ലുമായിരുന്നു മുട്ടമേ നിന്നിട്ട്. അങ്ങനെ ഞാൻ ഉപവാസം എടുത്തിട്ടുണ്ടായിരുന്നു. ഇറച്ചി മാംസം അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാതെ, ഇഷ്ട സാധനങ്ങളൊന്നും കഴിക്കാതെ ഞാൻ ഉപവാസം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2ാമത്തെ പ്രാവശ്യം എക്സാമിന് ഡേറ്റ് എടുക്കുമ്പോൾ ഏജൻറ്റ് പറഞ്ഞു 27, 30, 3 അങ്ങനെ 3 ഡേറ്റുകളുണ്ട്, ഏത് ഡേറ്റാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടമേ നിന്ന് പ്രത്യക്ഷീകരണ പ്രയർ ചൊല്ലിയിട്ട് അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ നീ ഏത് ഡേറ്റാണ് ആഗ്രഹിക്കണേ ആ ഡേറ്റ് എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബൈബിൾ തുറന്നപ്പോൾ ലേവി വിളിക്കുന്നു 27-ാമത്തെ അധ്യായമാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ഏജൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് 27-ാം തീയതി ഡേറ്റ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 27-ാം തീയതി ഡേറ്റ് എടുത്തു. അങ്ങനെ ഡേറ്റ് എടുത്തിട്ട് പോയി. ആ സമയത്ത് ഞാൻ അങ്ങനെ പഠിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ പ്രാവശ്യം എന്താണോ അത് ജസ്റ്റ് റിവൈസ് ചെയ്തു. പിന്നെ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ ജസ്റ്റ് നോക്കിയത്. അമ്മ മാധവൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ മാധവ് ഞാൻ ഈ പഠിക്കണത് മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അങ്ങനെ ആ എക്സാമിന് ഫസ്റ്റത്തെ ഹാഫ് 70 മാർക്കിന് അത് ഞാൻ എന്താണ് ഗൂഗിളിൽ നോക്കിയത് അത് റിപ്പീറ്റ് അടിച്ച് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് തരും. ആ ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് അവിടെ പോയിട്ട് മുട്ടമേ നിന്നിട്ട് പ്രത്യക്ഷീകരണ പ്രയർ ചെല്ലും. അങ്ങനെ ബ്രേക്ക് കഴിഞ്ഞ് അടുത്ത ടൈമിന് എക്സാമിന് കയറിയപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഫസ്റ്റ് ഹാഫിന് എന്താണ് ഉണ്ടായിരുന്നത് അത് തന്നെയായിരുന്നു റിപ്പീറ്റ് അടിച്ച് സെക്കൻഡ് ഹാഫിന് വന്നത്. അങ്ങനെ 3-ാമത്തെ ദിവസം ആ സമയത്തും ഈ നീല പർദ്ദയും സിൽവർ ഗ്രേയിലുള്ള ഷാൾ ഇട്ടിട്ടുള്ള ഒരു എക്സാമിനർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ്
3 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഞാൻ 85 മാർക്കിന് കറക്റ്റ് പാസ് മാർക്കിന് ഞാൻ എക്സാം പാസ്സായി. അമ്മ മാതാവ് എന്നെ എക്സാം പാസ്സാക്കി തന്നു. അത് കഴിഞ്ഞ് എൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് ലാബ് സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ആ പോസ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ സൗദികൾക്കായിട്ടുള്ള മാത്രമായിട്ടുള്ള പോസ്റ്റായിരുന്നു. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് ഞാൻ CV കൊണ്ടെടുക്കാൻ പോയി. ആകെ 3 പ്രാവശ്യമാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് CV കൊണ്ടെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം 2 പ്രാവശ്യം CV കൊണ്ടെടുക്കാൻ പോയപ്പോൾ ആ 2 പ്രാവശ്യം എനിക്ക് 2 ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ കോളിൽ ഞാൻ ആകെ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. 3 ദിവസം എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, അത് പാസ്സാവും. പക്ഷേ അവിടെ നിന്ന് ബാക്കിയുള്ള പ്രോസസ്സ് അവർ ഒന്നും പറയില്ലായിരുന്നു. അങ്ങനെ ഒരു അറബി പറഞ്ഞു, തന്നെ എടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിസിറ്റിംഗ് വിസ ആയതുകൊണ്ട് അവിടെ ഇപ്പോൾ ജോലിയില്ല, സ്വന്തം വിസയിൽ വരുന്നവർക്ക് മാത്രമേ ഇപ്പോൾ ജോലി ഉള്ളൂ എന്ന് പറഞ്ഞു ഈ പോസ്റ്റിലേക്ക്. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം ഞാൻ CV കൊണ്ടെടുക്കാൻ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ കയറിയായിരുന്നു. ആ ഹോസ്പിറ്റലിൽ CV കൊടുക്കുമ്പോൾ ഞാൻ നമ്മുടെ വെഞ്ചിരിച്ച ഉപ്പ് ഒരു സ്ഥലത്തിട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് കയറിയത്. ആ കയറിയ സമയത്ത് അവിടുത്തെ മെയിൻ HR യമനി ആയിരുന്നു. ആ യമനി പറഞ്ഞു, ഇവിടുത്തെ ഒരു HR മലയാളിയാണ്, ഞാൻ അവിടുത്തെ അയാളുടെ നമ്പർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആളുടെ നമ്പർ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആൾക്ക് എൻ്റെ CV വെച്ച് കൊടുത്തു. എന്നിട്ട് അയാൾ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ വേക്കൻസി ഒന്നുമില്ല, പിന്നെ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് സൗദികൾക്കുള്ളതാണ്, അപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ഹോപ്പൊക്കെ പോയി തുടങ്ങി. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വൈകിട്ട് അയാൾ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, ഒന്ന് കാണാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് കാണാനല്ലേ. എന്നിട്ട് 7 മണിയാകുമ്പോൾ തിരിച്ച് ആളിനെ കാണാൻ പോയി. HR-നെ കാണാൻ പോയപ്പോൾ HR പറഞ്ഞു, ആ ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ റൂമിലേക്ക് കയറിക്കോന്ന് പറഞ്ഞു. ആ ഡോക്ടർ റൂമിൽ കയറിയപ്പോൾ ഡോക്ടർ പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ ആണ് ചെയ്തത്. ഞാൻ എന്താ പറയുക, ആ ഡോക്ടറിനെ കയറുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു പ്രൊസീജിയർ നോക്കാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. ജസ്റ്റ് ഞാൻ ആ പ്രൊസീജിയർ ഫോണിൽ മാത്രം നോക്കി. എന്നിട്ട് ഞാൻ HR-ൻ്റെ ഡോക്ടറെ അടുത്ത് കയറിയപ്പോൾ ഡോക്ടർ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് അറിയണ ക്വസ്റ്റ്യൻസ് പോലും എനിക്ക് പറയാൻ കിട്ടണില്ല. ഞാൻ ആകെ ഫ്രീസായിട്ടാണ് നിൽക്കണ്ടായിരുന്നത്. ജസ്റ്റ് എന്നിട്ട് ഞാൻ കയറണ സമയത്ത് നോക്കിയ പ്രൊസീജിയർ മാത്രം എനിക്ക് പറയാൻ പറ്റി, ബാക്കി ഒന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് അയാൾ പറഞ്ഞു, താൻ സെലക്റ്റായി എന്ന് പറഞ്ഞു. ആ ഡോക്ടർ സെലക്റ്റായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ സെലക്റ്റായി എന്ന് പറയണേ, പിന്നെ ഒരു പ്രോസസ്സും അവിടെ നിന്ന് പിന്നെ ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ചയായിട്ടും സെലക്റ്റായെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് ഓഫർ ലെറ്റർ വരെ ഒന്നും ചെയ്തില്ല. അപ്പോഴാണ് സാക്ഷ്യങ്ങളിലെ ജെറീക്കോ പ്രയറിൻ്റെ ശക്തിയെ പറ്റി ഞാൻ കേട്ടത്. അങ്ങനെ ഞാൻ 7 ദിവസം ജെറീക്കോ പ്രയർ ഞങ്ങളുടെ റൂമിന് ചുറ്റും ചൊല്ലി, അമ്മ മാതാവിൻ്റെ കാശുരൂപം അപ്പുറത്തൊരു തിരിയും പിടിച്ചിട്ട് ഞാൻ ജപമാല ചൊല്ലി 7 ദിവസം. അങ്ങനെ 7ാമത്തെ ദിവസം രാവിലെ ഒരു 10 മണിയാകുമ്പോൾ HR വിളിച്ച് പറഞ്ഞു, ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റുമോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ അവർ എനിക്ക് ഓഫർ ലെറ്ററാണ് കയ്യിൽ തന്നത്. അങ്ങനെ ഓഫർ ലെറ്റർ കയ്യിൽ തന്നിട്ട് ആൾ പറഞ്ഞു, താൻ വിസിറ്റിംഗ് വിസ ആയതുകൊണ്ട് നാട്ടിൽ പോയിട്ട് ട്രാൻസ്ഫർ വിസയിൽ വന്നിട്ട് ഞങ്ങളത് ഹോസ്പിറ്റൽ വിസ ആക്കിയിട്ട് ഇക്കാമയായിട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫെബ്രുവരിയിൽ നാട്ടിൽ വന്നിട്ട് ഞാൻ ട്രാൻസ്ഫർ വിസയ്ക്ക് ആദ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ HR പറഞ്ഞു, താൻ അപ്ലൈ ചെയ്യാൻ നിൽക്കാൻ വരട്ടെ, ഞാൻ എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് നോക്കിയിട്ട് അയാൾ പിറ്റേ ദിവസം എനിക്ക് ആ ഹസ്ബൻഡിന് മെസ്സേജ് അയച്ചു, ഞങ്ങൾ ഹോസ്പിറ്റൽ വിസ തരാം, ട്രാൻസ്ഫർ വിസ എടുക്കണ്ടെന്ന്. അങ്ങനെ ഹോസ്പിറ്റൽ വിസയിലാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. എനിക്ക് വിസ അടിച്ചു. ഈ വെള്ളിയാഴ്ച 9-ാം തീയതി ഞാൻ സൗദി അറേബ്യയിലേക്ക് ലാബ് സ്പെഷ്യലിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ പോവുകയാണ്. ആത്മീയ ജീവിതത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയപ്പോഴാണ് വിശുദ്ധ കുർബാന കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ടായിരുന്നു. കാരണം നമ്മൾക്ക് ഇവിടെ എന്നും ഉണ്ടാവും, സൗദി അറേബ്യയിൽ എന്നും കുർബാനയൊന്നുമില്ല, ഇങ്ങനെ ഒരു പള്ളിയൊന്നും ഇല്ലാത്ത കാരണം ഒരു വീടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അച്ഛനും ആൾക്കാരായിട്ടാണ് കുർബാന ചെല്ലുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പോയിട്ട് കുമ്പസാരിക്കാനും വിശുദ്ധ കുർബാന കൈക്കൊള്ളാനും പറ്റിയായിരുന്നു. ഒരു ദിവസം പോലും ഞാൻ മുടങ്ങിൽ പറ്റുന്ന ദിവസമൊക്കെ ഹസ്ബൻഡിനെ കൂട്ടിയിട്ട് ഞാൻ പോകുമായിരുന്നു. ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് എൻ്റെ കുറവുകൾ ഞാൻ മനസ്സിലാക്കി. ഇന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2ാമത്തെ പ്രാവശ്യം മാതാവിൻ്റെ കൂടെ ഉണ്ടാവുന്നു. കാരണം ഞാൻ ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡ് മുട്ടമേ നിന്നിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രയർ ചെല്ലുമായിരുന്നു. അത് കഴിഞ്ഞ്
ബൈബിള്, സമ്പൂർണ്ണ ബൈബിള് ഞാൻ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു. ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ വായിച്ചു തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് കാരുണ്യ പ്രവർത്തികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ കൃപാസന പത്രിക ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു, മെഡിക്കൽ കോളേജിൽ കൊടുക്കുമായിരുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അമ്മ മെഡിക്കൽ കോളേജിൽ ഫുഡ് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു വൃദ്ധസദനം ഉണ്ട് ചൊവ്വന്നൂർ, അവിടുത്തെ അപ്പച്ചന്മാർക്ക് ഞാൻ മാസം മാസം പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. ഞാൻ നാട്ടിൽ വന്നപ്പോൾ അവിടേക്ക് പോയിട്ട് അവിടുത്തെ അപ്പച്ചന്മാർക്ക് വേണ്ട സാധനങ്ങളും അപ്പച്ചന്മാരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അമ്മ മാതാവ് എൻ്റെ മേൽ എൻ്റെ കുടുംബത്തിനും എനിക്കും ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാൻ സമർപ്പിക്കുന്നു. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ള